മാനം മനുഷ്യർ നമ്മുടെ രക്ഷയുടെ ദൈവമേ സന്ധ്യയുടെ നിദാനമായ കൊണ്ടുണ്ടാവേ ആദ്യത്തിൽ നിങ്ങളോട് സ്വന്തം കാരണങ്ങളെ കാത്തു ഒരുപാട് നല്ല ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് പടമേൽപ്പിക്കുന്നു നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളൊക്കെ ഒന്നിടത്താവേ മുൻഭാഗം താഴ്ത്തി ഏൽപ്പിക്കാൻ അല്ലാതെ നിങ്ങളെ കൊണ്ടൊന്നിനും കഴിപ്പിക്കുന്നതാണ് ഈ ഇടങ്ങൾക്ക് കൂടെ ഇരിക്കണമേ എൻ്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക അവനെ തന്നെ ആശ്രയിച്ച് അവനെ നിർവഹിക്കാവുന്ന വാസത്തിൻ്റെ ദൈവം അടിയങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിച്ചു തരുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നതാവേ ആരും വരുത്തുകളെത്താളും സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാവേ ദൈവമേ മുഴുവന്ന മക്കളെ തൃക്കങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാവേ വരാനുള്ളവരെ എത്രയും വേഗം കൂട്ടി വരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നതാവേ എൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നതാവേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്നെ നാട്ടിൽ യുദ്ധം ചെയ്യുന്നു വളരെയേറെ ഭാരത്തിലും പ്രയാസത്തിലും കഴിയുന്നുണ്ട് കർത്താവ് എൻ്റെ ദൈവമായ കർത്താവ് ഒരു ആശ്വാസം തന്നു രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഭൂമിയുടെ അറ്റം വരികയും ഇടങ്ങളെ നൃത്തം ചെയ്യുവാനും ആരും ചെയ്ത സ്വർഗത്തിലെ ദൈവം അതിനെ നൃത്തം ചെയ്യാൻ മതിയായെന്ന് തന്നെ വിശ്വസിക്കുന്ന കർത്താവ് വിശ്വാസത്തോടൊരു പ്രാർത്ഥന നീലക്കാരനെ രക്ഷിക്കുമെന്ന് അത് ചെയ്ത സ്വർഗത്തിലെ ദൈവം നീല മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും അവരൊക്കെ ആയിരിക്കുന്നിടത്തൊക്കെ പിന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സൂക്ഷിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇങ്ങനെയിൽ നിന്ന് നല്ല വാർത്ത വെക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അത് നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല നാഥ എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നുമില്ല നാഥ ആ നല്ല ദൈവം എല്ലാ മക്കളെയും അവിടുത്തെ കൈകളിൽ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനേകായിരങ്ങൾ ജോലി ചെയ്ത് ശത്രുമാണ് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വിടുതൽ വിശ്വാസം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലെ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ദൂരത്തിന് മേലധികാരമുള്ള ദൈവമേ അവിടെ വന്ദന വഹിച്ച് എൻ്റെ മക്കളെയൊക്കെ സമാധാനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എൻ്റെ ദുർത്തരം എൻ്റെ മക്കളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവകരങ്ങളിലേക്ക് അടിയങ്ങളെ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ എൻ്റെ വചനവടികൾക്ക് കാര്യങ്ങൾക്ക് ദൈവവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ വചനം പറയുന്നത് ദാസനെ തൃക്കരങ്ങൾ പരമേൽപ്പിക്കുന്നു നന്മ സുശ്ലേഷിക്കുന്നവരുടെ കാലത്ര മനോഹരവും നൽകിയ സ്വർഗത്തിലെ ദൈവമേ മൺപേടയ്ക്ക് തുല്യമായി തോടുവാത്ത കൊണ്ടതിൻ്റെ മകനെ ബലപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കുടുംബമായ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു കർത്താവ് കൊടുത്ത മകളെ ദാനം കൊടുത്ത മക്കളെ കുഞ്ഞുമക്കളെ എല്ലാം ദൈവകരങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരൊക്കെ ആയിരിക്കുന്നൊക്കെ അവിടുത്തെ പാവലും ഭൂതഗണങ്ങൾ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥിക്കുന്ന ഇടയുടെ കുറവ് ആരുടെ ഹൃദയത്തിന് തടസ്സമാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അതിങ്ങളുടെ എല്ലാ ആവശ്യപാഠങ്ങളും സ്വന്തം അവിടെ നിന്ന് ഒന്നും അറിഞ്ഞിരിക്കാൻ സ്വന്തം കർത്താവിൻ്റെ സ്വന്തത്തിൻ്റെ വാദം തൊണ്ണൂറ്റോളം വരാമെന്ന് വാർത്തത്തിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൽ പെരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അപ്പോൾ പിതാവേ വിളിക്കുന്ന സ്വന്തം ആത്മാവിനെ ധർമ്മമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ പിതാവിന്റെ പുത്രൻ വിശ്വസിക്കുന്നതിനെ നിത്യജീവനം കിട്ടും ദൈവത്തിൻ്റെ അവകാശികളാക്കിയതേ ഞങ്ങളെ തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് വചനം കേട്ട് വെറുതെ പോകുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ ആ വചനത്തിലിടയിൽ ശക്തിയാകുമെന്ന് കൃപാനുള്ള സ്വന്തം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്ന കർത്താവ് പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ നിന്റെ കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞാൻ്റെ പാടുന്നതിൽ സകല കാര്യങ്ങളും പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കണം എൻ്റെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമായിരിക്കാൻ സ്വന്തം കർത്താവ് ദൈവമേ അഭിനന്ദന തന്നിരിക്കാൻ സ്വന്തം സകല മാനവബോധം എൻ്റെ കർത്താവ് എടുക്കുന്നു സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ശേഷം ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു ഹൃദയോടെ കേട്ട് ഉത്തരം നൽകുമാറാകണം ആമേൻ. പ്രാർത്ഥന നമുക്ക് സ്തോത്രം ചെയ്യാം. എഴുപത്തി ഒമ്പതാമത്തെ ആശ്രയമേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേള
കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുമ്പാണിയാൽ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ കാക്കുമെന്നെ. കാരിരുമ്പാണിയാൽ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ കാക്കുമെന്നെ. ആശ്രയമേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. തന്നുയർത്തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. തന്നുയർത്തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. ഒന്നിനും തന്നിടമെന്നിയെ വേറാരും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ താൻ മതിയാ. ഒന്നിനും തന്നിടമെന്നിയെ വേറാരും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ താൻ മതിയാ. ആശ്രയമേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യമീക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. ഇത്ര സൗഭാഗ്യമീക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ മണ്ണിലുള്ളൂ. ആശ്രയമേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. കാൽവരി നാഥനൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊതുങ്ങിയില്ല. കാൽവരി നാഥനൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊതുങ്ങിയില്ല. മൃത്യുവേ എന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ. മൃത്യുവേ എന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ. ആശ്രയമേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. 88. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, ഒരു തുണി ജയമെടുത്തു വിരുദു പ്രാപിപ്പാൻ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, ഒരു തുണി
ആയുധങ്ങൾ ധരിച്ചിടുക. ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുക. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്. തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്. തേജസ്സേറും പുരേ യേശുവിനാൽ കഷ്ടം സഹിച്ചോ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗസീയോനിൽ. ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചോ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗസീയോനിൽ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്. തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്. തേജസ്സേറും പുരേ യാശയെങ്കിൽ വധിച്ചിടുന്നേ. അങ്ങു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖം. പ്രത്യാശയെങ്കിൽ വധിച്ചിടുന്നേ. അങ്ങു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖം. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്. തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്. തേജസ്സേറും പുരേ ആനന്ദമേ നിത്യാനന്ദമേ. കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. ആനന്ദമേ നിത്യാനന്ദമേ. കാന്തനോട് വാഴും കാലം എത്ര ആനന്ദം. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്. തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്. തേജസ്സേറും പുരേ. നൂറാമത്തെ പാട്ട്. സേനയിൽ അധിപൻ ദേവനിൽ അതിയായ ആശ്രയമേവനുണ്ടോ. ആയവനേവരിലും അധിപൻ. സേനയിൽ അധിപൻ ദേവനിൽ അതിയായ ആശ്രയമേവനുണ്ടോ. ആയവനേവരിലും അധിപൻ. ഒരു കൂടും കണ്ടെത്തിയല്ലോ.
വസിപ്പോ നിത്യസ്തുതിക്കുമവർ നിന്നെ നിത്യസ്തുതിക്കുമവർ നിന്നെ സേനയിൽ ആശ്രയമെവനുണ്ടോ ആയവനേവരിലും ബലം പിന്നിലുള്ള പാകം നിറഞ്ഞോ ബലം പിന്നിലുള്ള പാകം നിറഞ്ഞോ നിശ്ചയമാണ് ജീവിതമുള്ള മനസ്സുകളിൽ ജീവിതമുള്ള മനസ്സുകളിൽ നിർണയമുണ്ട് നിരന്തരമാ സീയോൻ നഗരിയിൽ പെരുവഴികൾ സീയോൻ നഗരിയിൽ പെരുവഴികൾ സേനയിൽ അതിലെ ദേവനിൽ അതിയായി ആശ്രയമെവനുണ്ടോ ആയവനേവരിലും അതിതന്നെ അന്തുനിർത്താഴ്വരെ അതുവഴിയായി അവർ യാനം ചെയ്യുമ്പോ ആയതുമാറും ജലാശയമായി അന്തുനിർത്താഴ്വരെ അതുവഴിയായി അവർ യാനം ചെയ്യുമ്പോ ആയതുമാറും ജലാശയമായി മഴ ദേവനിൽ അതിയായി ആശ്രയമെവനുണ്ടോ ആയവനേവരിലും അതിതന്നെ സേനയിൽ അതിലെ ദേവനിൽ അതിയായി ആശ്രയമെവനുണ്ടോ ആയവനേവരിലും അതിതന്നെ അന്നത്തെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സംഗീതം യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. മരണവാസങ്ങൾ എന്നെ ചുറ്റി പാതാളവേദനകളെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുമ്പായി നടക്കും. സകല മനുഷ്യരും ബോസ്ക് പറയുന്നു എന്ന് ഞാൻ അനുഭവത്തിൽ പറഞ്ഞു. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം ഉച്ചഘോഷിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു. യഹോവയുടെ നാമം ഉച്ചഘോഷിക്കും. ഞാൻ യഹോവയ്ക്ക് നേർച്ചകളെ അവന്റെ സകലജനത്തിന് കാണിലേക്ക് കൊടുക്കുന്നു.
ദൈവനാമം മഹത്വപ്പെടുത്തുക. ഇന്നത്തെ സങ്കീർത്തന ധ്യാനം 116 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. ഈ സങ്കീർത്തനം എഴുതിയതാരെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും ഇസ്രായേൽ മക്കൾ അവരുടെ വിടുതലിന് ശേഷം രചിച്ച ഒരു ഗീതമായിട്ടാണ് പണ്ഡിതന്മാർ ഇതിനെ കരുതുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് വളരെ ഉറപ്പും പ്രത്യാശയും നൽകുന്ന ഒരു സങ്കീർത്തനമാണ് ഇത്. അപ്പം നമുക്കത് ഒന്നാമത്തെ വാക്യം ധ്യാനിക്കും. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കും. ഞാനത് വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, യഹോവ കർത്താവ് എന്നെ സ്നേഹിച്ചതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് നാം അവനെ സ്നേഹിക്കാം. അതുമാത്രമല്ല, പിന്നെയും ഞാൻ ചിന്തിച്ചു, കർത്താവ് ഒരുവനെ സ്നേഹിച്ചാൽ നമ്മുടെ യാചന പ്രാർത്ഥനയും കേൾക്കാതെ, അപേക്ഷകളും കേൾക്കാതെ ഒരിക്കലും കർത്താവ് നമ്മളെ ഒഴിഞ്ഞു മാറുകയില്ല. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ പകരുന്ന നമ്മുടെ പ്രയാസങ്ങളും എല്ലാം അവൻ കേൾക്കും. അതെങ്ങനെയാണ് കേൾക്കുന്നതെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നത്. അവൻ തൻ്റെ ചെവി എങ്ങനെയൊക്കെ ചായിച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. നമ്മുടെ വലിയ സൗണ്ടിലുള്ള ഒരു പ്രാർത്ഥനയായിട്ടല്ല. നമ്മൾ സാധാരണ ഒരു വ്യക്തിയെ കേൾക്കാനായിട്ട് അവൻ സൗണ്ട് കുറച്ച് പറയുമ്പോൾ നമ്മുടെ ചെവി അങ്ങോട്ട് കൂർപ്പിച്ച് അല്ലെങ്കിൽ ചായച്ച് വെക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ഞരക്കങ്ങൾ പോലും അല്ലെങ്കിൽ നമ്മുടെ ശ്വാസത്തിൻ്റെ നെടുവീർപ്പ് പോലും കേൾക്കാൻ വേണ്ടി കർത്താവ് ആ കാത് നമ്മുടെ ചെവിയിലോട്ട് ചായച്ച് വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ വായുടെ ഭാഗത്തോട്ട് മുഖത്തോട്ട് ചായച്ച് വെച്ച് നമ്മളെ കേൾക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളതിനാൽ നമ്മളെ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. അവനെ മാത്രം, അല്ലാതെ വേറെ ഒരു നാമവും നമുക്കില്ല. യേശുവിനെ, കർത്താവായ യേശുവിനെ മാത്രം നാം വിളിച്ചപേക്ഷിക്കും. അപ്പം അടുത്ത വാക്യം നമുക്ക് ധ്യാനിക്കാം. മരണവാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഓരോ സന്ദർഭങ്ങളാണത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനും പലവിധമായ കഷ്ടത്തിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ, സങ്കടത്തിൽ കൂടെ കഴിഞ്ഞു പോയ ഒരു ആഴ്ചയായിരുന്നു. അപ്പം അന്നേരം ഞാൻ എൻ്റെ സങ്കടങ്ങൾ ആരോട് പറയാൻ, പിള്ളേരോട് പറയും അമ്മയ്ക്ക് എപ്പോഴും പരാതിയേ ഉള്ളൂ. സഹോദരിമാരോട് പറയുമ്പോൾ പറയും നിനക്ക് ഈ വിശ്വാസം കുറവായിട്ടാണെന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ കർത്താവിനോട് എൻ്റെ സങ്കടങ്ങൾ ബോധിപ്പിക്കാനായിട്ട് പല സമയങ്ങളിൽ ഉച്ച കഴിഞ്ഞു പോലും എൻ്റെ മുറിയിൽ കിടന്ന് വാതിലടിച്ച് എൻ്റെ കർത്താവിനോട് എൻ്റെ സങ്കടം ബോധിപ്പിച്ച് അപ്പോൾ ഞാൻ വിളിച്ചപേക്ഷിക്കുകയായിരുന്നു. അയ്യോ എൻ്റെ കർത്താവെ, എൻ്റെ പ്രാണനെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ ഒരു ഉറപ്പ്, അടുത്ത വാക്യത്തിൽ അതിൻ്റെതായ ഉറപ്പ് എനിക്ക് ലഭിച്ചു. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. അവിടെ കർത്താവായ ദൈവത്തിൻ്റെ 3 ഗുണങ്ങൾ എടുത്തു പറയുകയാണ്. അതായത് യഹോവ നീതിയുള്ളവൻ, കർത്താവ് നീതിയുള്ളവൻ, അതുപോലെ കരുണയുള്ളവൻ, അതുപോലെ തന്നെ കൃപയുള്ളവൻ. ഈ 3 നമുക്ക് പല സന്ദർഭങ്ങളിലായിട്ട് വേണ്ടിയതാണ്, അല്ലെ? അത്യാവശ്യമാണ്. പല പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ, രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരുപക്ഷെ ആ രോഗം നമുക്ക് നമ്മളെ വിട്ടുപോയെന്ന് വരികയില്ല. പക്ഷേ ആ രോഗത്തിലൂടെ കടക്കുമ്പോൾ നമുക്കൊരു കർത്താവിൻ്റെ കൃപ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ കർത്താവ് നമുക്ക് ആ കൃപ തരും. കൃപ തന്ന് നമ്മളെ ബലപ്പെടും. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പലവിധമായ ന്യായരഹിതമായ ഇടപാടുകളിൽ കൂടെ കടന്നു പോകും. നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഒന്നും അവൻ്റെ ഭാഗത്ത് ഒരു ന്യായവുമില്ലെന്ന് ചിന്തിക്കാം. എന്നാലും നമ്മുടെ ന്യായാധിപനായ, ന്യായവും നടത്തുന്നവനായ കർത്താവ് അത് നമുക്ക് ചന്തമായും ഉചിതമായും ന്യായത്തിൽ കൂടെ ചെയ്തു തരും. അതുപോലെ നീതിയുള്ളവനാണ് അവൻ, ന്യായമുള്ളവനാണ്.
അതുപോലെ തന്നെ കർത്താവ് കരുണയുള്ളവനാണ്. ഇല്ലേ? പല സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ കരുണ അനുഭവിച്ചവരാണ്. നമ്മൾ ഓരോരുത്തരും കരുണ അനുഭവിച്ചവരാണ്. വളരെ വളരെ പ്രയാസങ്ങളിൽ, അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കരുണ ഒത്തിരി പ്രാവശ്യം അനുഭവിച്ചവരും നമ്മൾ നന്ദിയില്ലാതെ പോയവരും ഒക്കെയാണ്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, ധ്യാനിച്ച് നോക്കിയാൽ അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കൂടെ നമ്മൾ കർത്താവുമായിട്ട് ആ സമ്പർക്കം നടത്തുമ്പോൾ നമുക്കിതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കൂടെ കടന്നു വരും. അപ്പം 6-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. അപ്പോൾ ഈ 6-ാം വാക്യത്തിൽ നാം എങ്ങനെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലേണ്ടതെന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്. യഹോവ അല്പബുദ്ധികളെ, അതായത് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുന്ന ഒരവസ്ഥ, നമ്മൾ ഒന്നുമില്ല, ഏതുമില്ല, നമ്മൾ നിസ്സഹായരാണെന്നുള്ള അവസ്ഥ നമ്മളെ കർത്താവിനെ ബോധിപ്പിക്കണം. നമ്മളങ്ങനെ നമ്മുടെ അവസ്ഥയെ നമ്മുടെ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് കർത്താവിനെ നമ്മൾ ബോധിപ്പിക്കണം. അപ്പോൾ ആ നിഷ്കളങ്കമായ ഹൃദയത്തോടെ, കപടമില്ലാത്ത ഹൃദയത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പകരണം. അപ്പോൾ എളിമപ്പെടുമ്പോൾ കർത്താവ് നമ്മളെ രക്ഷിക്കും. ആ വലിയവനായ കർത്താവിൻ്റെ രക്ഷ നമ്മുടെ മേൽ വെച്ച് നമ്മളെ അതിൽ നിന്ന് വിടുവിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു വിടുതൽ അനുഭവിക്കുമ്പോൾ, ഈ ഒരു സുബോധം നമ്മളെ ഭരിക്കുമ്പോൾ, നമ്മൾ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഈ സുബോധം നമ്മളെ ഭരിക്കുമ്പോൾ നമ്മളൊരു സ്വസ്ഥമായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അവൻ നമുക്ക് ഉപകാരം ചെയ്യുമെന്ന ഉറപ്പോടെ നാം കർത്താവ് ഇതുവരെ ചെയ്ത ഉപകാരങ്ങളെ ഒക്കെ ഓർത്ത് എണ്ണി പറഞ്ഞ് നമ്മൾ ആ കർത്താവിന് നന്ദി രേഖപ്പെടുത്തും. ഈ സ്വസ്ഥത തരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവനാമം മഹത്വം എടുക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അവിടെ ഇറങ്ങാം. സാലി ചേച്ചി കടന്നു വന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇറാൻ്റെയും യുദ്ധം നടക്കുന്നതായ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നമ്മുടെ എല്ലാ മക്കളും എല്ലായിടത്തും ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ പെങ്ങളുടെ മകളെ, അവൾ ദുബായിലാണ്. അപ്പോൾ ആനി ഇങ്ങനെ മെസ്സേജ് ഇട്ട് എങ്ങനെയുണ്ട്, അപ്പം പറഞ്ഞു കഴിഞ്ഞ രാത്രിയിൽ അവർ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഇത് വന്ന് വീണെന്നു. ഭൂമി ഉലുക്കം പോലെയുള്ള അനുഭവം ഉണ്ടായി. എല്ലാവരും ഭയത്തോടെ ഇരിക്കുകയാണ്, പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെ മക്കളുണ്ട്, ഗൾഫ് കൺട്രീസിലും വിവിധ രാജ്യങ്ങളിലുമായിട്ടുണ്ട്. കർത്താവ് കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വെറുതെ ജാഗരിക്കുന്നുവല്ലോ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിനാൽ നമുക്ക് അവരെല്ലാം മുദ്ര വെച്ച് അടയാളമിട്ട് പ്രാർത്ഥിക്കാം. കാര്യം കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം. കാര്യം യേശുവിൻ്റെ രക്തം അടയാളമുള്ള യാതൊന്നിനെയും സംഹാരകൻ തൊടുകയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വലിയേറെ ദയ മക്കളെ ചുറ്റുവാൻ ദൂതന്മാരുടെ കാവൽ. ഒരു ദൂതൻ്റെ കപ്പാസിറ്റിയൊക്കെ നമുക്കറിയാം. 1,85,000 ആളുകളെയൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിവുള്ള അത്ര പവർഫുള്ളാണ് ഒരു ദൂതനെന്ന് പറയും. അതുകൊണ്ട് ദൂതന്മാരുടെ കാവൽ നമുക്ക് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുകയാണ്. അവർ താമസിക്കുന്നിടത്തുനിന്ന് കർത്താവ്, അല്ലേ, നമുക്കറിയാം, ശബ്ദർക്കമേശയ്ക്ക് അഭേദനഹോ 7 മടങ്ങ് തീച്ചൂടൽ അവരെ ഇട്ടപ്പോൾ അവരെ കൊണ്ടിടാൻ പോയ ആൾക്കാരെ കത്തിച്ചാമ്പരായി. 4-മനായ കർത്താവ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, അല്ലേ, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, അല്ലേ, വെള്ളം നിന്റെ മീതെ കഴുകുകയില്ല. നമ്മുടെ കർത്താവ് വലിയ ദൈവമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. PS കുര്യസാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനും അനിയും കൂടെ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പോയി ആ സാറിനെ കണ്ടു. നല്ല ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടി. ഒത്തിരി വർത്തമാനം പറഞ്ഞിട്ടേ ഞാൻ ഇരുന്നു. സാറിന് ഇന്ന് വന്നാൽ കൊള്ളാമെന്നാണ്. പക്ഷേ ഇനി ചെക്കപ്പൊക്കെ കഴിയാതെ തലയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ, ഞങ്ങൾ നാളെ ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ PS കുര്യസാറിന് പൂർണ്ണ കൃപയ്ക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമെൻ യാചന നൽകുമേ, യേശുവിൻ മൂലമെൻ യാചന നൽകുമേ, ആശയിടുന്നേ അല്ലാതെ
ഹാലലിയ 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 സ്വതന്ത്രം സ്വതന്ത്രം സ്തുതിക്കുന്നപ്പ ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വന്തസ്ഥവിധമാകുകയുമേ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ സന്ധ്യയായ സമയത്ത് കർത്താവേ പല ദേശങ്ങളിൽ വനഭവനങ്ങളിൽ കർത്താവേ ഈ ആലയത്തിൻ്റെ കീഴിലായിരിക്കാൻ കർത്താവ് അടിയങ്ങൾക്ക് ഒരുക്കിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നതാകാം ഈ ആലയവും പരിസരേശ്വരൻ്റെ രക്തത്താൽ ഉപയോഗിച്ച് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദുഷ്ടനെടുക്കാൽ ശത്രുവോടാതെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മാറ്റിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതേ പകൽക്കാലം കർത്താവേ അടിയങ്ങളെ വരാമാകുന്ന ആപത്തിൽ ഒക്കെ വിളിച്ച് അപാകത്തിൽ കൂടി വ്യക്തിയാക്കുമ്പോഴായി സ്തോത്രം ചെയ്യാം സ്തുതിയാണപ്പ കടന്നു വന്നിരിക്കുന്ന ഓരോ ഭവനത്തെയും പല കാര്യങ്ങളിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളെയൊക്കെ ഒന്ന് കൂട്ടി വ്യക്തി കൃപയ്ക്കായി സ്തോത്രം കർത്താവേ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാമെന്ന് വാക്കുകൾ കർത്താവ് നടിയങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നതാകാം പാടുവാനും പ്രാർത്ഥിക്കാനും തിരുവനന്തപുരം കർത്താവനും പറഞ്ഞ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഈ സമയം വരെ എൻ്റെ അപ്പൻ്റെ ഇറങ്ങി മറവിൽ ഞങ്ങളെ പരിപാലിച്ച കൃപയ്ക്കായി വീണ്ടും സ്തുതിക്കുന്നു കർത്താവേ കടന്നു വരുന്ന ഓരോ മക്കളെ അപ്പൻ്റെ വാതുകഴുത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കളെ വലുതുമായ എല്ലാ ആവശ്യകാര്യങ്ങളിലും അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ഭാരമേ ഹോവയുടെ മേലിട്ടുകൊള്ളുക അവൻ നിന്നെ പുലർത്തുവന്ന് വാക്കുവന്ന് കർത്താവ് അടിയങ്ങളെ ഓരോരുത്തരെയും ഭാരങ്ങളെ അവിടെ നിന്ന് ചുമക്കുവാൻ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു നാട്ടാം യോഗ്യതയില്ലായിരുന്ന അടിയങ്ങളെ കർത്താവെ കൊള്ളുന്ന ചേരിലും കൊള്ളുന്ന ചെടികളിലുമായിരുന്ന അടിയങ്ങളെ വിളിച്ച് അവിടുത്തെ മക്കളും പ്രിയ മക്കളും ആക്കി തീർക്കാൻ വച്ചുകൊടുക്കായി അതിനോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ യേശുവിനോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ അവിടുത്തെ പാട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെ കാണുന്നതുമാണ് കർത്താവെ അടുത്ത പദവിയെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ ഓരോ ആഴ്ചകളിൽ കർത്താവിന്റെ പാദപീഠത്തിൽ കർത്താവിന്റെ വചനം ശ്രമിപ്പാൻ ജീവനുള്ള വചനത്തെ അടിയങ്ങൾക്ക് കർത്താവെ കേൾപ്പാൻ തോട്ടം തരുന്ന ഓരോ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മനുഷ്യനെ കുടുംബമായി അവന്റെ പാദപീഠത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരുവിധമായ ശരീരം വിലക്കുന്നതുകളായ ആഴ്ചകളിലൊക്കെ ആയിരുന്നപ്പോൾ അവിടുന്ന് കൊടുത്തിരിക്കുന്ന വിടുതലിനായി സൗഖ്യത്തിനായി സ്തോത്രം കർത്താവെ ആ പാതപെടുത്തിലെ എൻ്റെ മകനെ താഴ്ത്തിയിരിക്കുന്നപ്പോൾ എനിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ മകളെ കർത്താവ് കൃത്തോളം കരുതി കഴിയുന്ന വലിയ പാട്ടായി സ്തോത്രം കർത്താവെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാലം കൊടുത്തിരിക്കുന്ന വിധാനങ്ങളെ അവൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു പാലവീടുകളിൽ നിന്നൊക്കെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സമയത്ത് കർത്താവെ അടിയങ്ങളുടെ വിദേശത്തായ ജോലിക്ക് ഭവനത്തിനൊക്കെയായി കടന്നു പോയിരിക്കുന്നു കുഞ്ഞുങ്ങളെ അവന്റെ കരങ്ങളിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കുഞ്ഞുങ്ങൾ കർത്താവെ അവിടെ കടന്നു പോയിട്ടുണ്ടല്ലോ എൻ്റെ അപ്പൻ്റെ കാവൽ ഭൂതഗണങ്ങളാൽ അവരെ മറിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പകൽ സഞ്ചരിക്കുന്ന മഹാമാരി കുറിച്ചിരിക്കുന്ന സംഹാരത്തിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ അവിടുന്ന് കാത്തുപാലിച്ച് അതിൻ്റെ കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കൊണ്ട് എൻ്റെ കർത്താവ് അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വ്യക്തമടയാളമുള്ള ഓരോ മക്കളുടെ മേൽ കർത്താവെ സംഹാരങ്ങൾ തൊടാതെ വണ്ണം കടന്നു പോകുമെന്ന് അവിടുന്ന് വന്നിട്ടുണ്ടല്ലോ കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ അനേക കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മറച്ച് പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതിന് കർത്താവെ ഭാരപ്പെടുവാനിടയാകാതെ കർത്താവിൻ്റെവരെ അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല കർത്താവേയും സുസ്ഥിരങ്ങളെ കൈകൂപ്പിടി കൊണ്ടുനടക്കുന്ന എൻ്റെ കർത്താവ് അവിടുന്ന് പ്രവർത്തിയിൽ വലിയവനായിരിക്കുന്ന എൻ്റെ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിക്കാൻ മതിയായവനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നപ്പ ആ മഹത്വം കാണുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സമയം കർത്താവെ സാറിനായ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ കൊടുത്തിരിക്കുന്ന വിടുതല ന്യായാശ്വാസത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ പൂർണ്ണമായ വിടുതല സൗഖ്യം കൊടുത്ത ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവെ അടിയങ്ങളോടൊന്നിച്ച് കടന്നു വരുവാൻ്റെ പണന്റെ മകനെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടിയങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ അനുവിനായി നീവനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കുഞ്ഞുങ്ങൾക്ക് തക്കതായ ഗുണങ്ങളെ എൻ്റെ കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരുതുന്നവൻ ഞാൻ യോഗനം കണ്ടാകുന്ന കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ
ദൈവമായ എൻ്റെ മകനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ക്രൂശിൻ്റെ മരം ചവിടുന്ന മരത്തിൽ നിർത്തി അടിയങ്ങൾക്ക് എഴുതുന്ന വചനം നന്നായി ഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേൾക്കുന്ന വചനങ്ങൾ അടിയങ്ങളുടെ പേരിൻ്റെ മാസഫലമേ പരിശുദ്ധാത്മാവിനാലോകത്തിൽ തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊതുവാകുന്ന തോറുമേ പരാജയങ്ങളിൽ കൊണ്ടുപിടിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. ദുഷ്ടങ്ങൾക്ക് കടയാതെ എൻ്റെ കർത്താവോടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങളുടെ പേരുകളിൽ വിശ്വാസമായി പരിണമിച്ച് കർത്താവേ അടികൾക്ക് ഓരോരുത്തർക്ക് അത് ഉപകാരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കടന്നു വരാൻ സാധിക്കാത്ത മക്കളെയൊക്കെ ഈ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരൊക്കെയായി നിങ്ങൾക്ക് എൻ്റെ കർത്താവിൻ്റെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ വഴിയായി വചന ശ്രമിക്കുന്ന മക്കളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പോൾ അടിയന്റെ കുറവുകളോ ബലഹീനതകളോ നാഥ ഇന്നത്തെ അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ നന്മകളാലും കൃപകളാലും അടിയങ്ങളെ നിറച്ച് പറഞ്ഞേക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അതിവിനെ ക്രിസ്തുവാകുന്ന ഉറച്ച വാർത്തയിലാശ്രയം വെച്ച് ജീവിക്കാൻ അടിയങ്ങളെ ഓരോ കുടുംബത്തെയും സഹായിക്കുമാറാകണമെന്ന് അടിയങ്ങൾക്ക് ജീവൻ തന്നാലും മനുഷ്യന്റെ പാതപ്പെടുത്തി സമർപ്പിക്കുന്നു. കൃപയോട് കേട്ടുത്തരമെഴുതണമേ. ആരാധനയ്ക്കായിട്ടിരുന്ന പാഠപുസ്തകത്തിലെ 81-ാമത്തെ പാട്ട് കരുതുന്നവനെതിരെ ഞാൻ കലങ്ങുന്നത് എന്തിനില്ല അതിൻ്റെ താഴ്വയിൽ കൈവിടാത്ത ഒരു ദൈവമുണ്ടെന്ന് അറിയുവാൻ കൈകളെ അടിച്ച് സാറിന് ആരാധിക്കാം. സാറിന് വേണ്ടി പ്രത്യേകമായിട്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുക. സാറിൻ്റെ കരം സാറിന് കുത്തനായി നമ്മൾ സ്തോത്രം ചെയ്യാം. സാറിന് ആരാധിക്കാം. കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നവനെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എൻ്റെ കണ്ണുനീരിൻ്റെ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. സ്നേഹമാനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനാവേ കർത്താവേ, സ്തോത്രം. സന്ധ്യയെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ ഈ കൂടി വരുവാനായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, ആ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു കർത്താവേ. കർത്താവേ, സ്തോത്രം. സ്വർഗ്ഗം നിന്റെ സിംഹാസനവും ഭൂമിയുടെ പാതപിടവും ആകുന്നില്ല. ആ പാതപിടത്തിലേക്ക് അടുത്ത് വരുന്നു ഈ മക്കളെ കർത്താവേ, അവിടുന്ന് കാണണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. സ്തോത്രം. കർത്താവേ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിനും അധികമായി കർത്താവേ ഞങ്ങൾക്ക് നൽകി. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും വന്നു കർത്താവേ. സ്തോത്രം. അല്ലെ രോഗത്താലും ഭാരത്താലും ഈ മക്കൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, സ്തോത്രം. ആണിപ്പാടുള്ള കാര്യങ്ങൾ എൻ്റെ മക്കളുടെ മേലൊന്നും കേട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വന്നതുപോലെയല്ല കർത്താവേ, മടങ്ങിപ്പോകുമ്പോൾ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം അവിടുത്തെ കരങ്ങൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുക ഈ ആലയത്തെ കർത്താവേ. സ്തോത്രം. ദുഷ്ടൻ തൊടാത്തവണ്ണം അവിടുന്ന് ഞങ്ങൾ കാത്തു പരിപാലിക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഇപ്പോൾ യുദ്ധങ്ങളും ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാവുന്ന കർത്താവെ തിരുവചനം വായിക്കുന്നുവല്ലോ കർത്താവെ. ഇതൊക്കെയും കേട്ടാൽ നിങ്ങൾ നടങ്ങിപ്പോകരുത്. ധൈര്യത്തോടെ ഇരിപ്പിനെന്ന് നിങ്ങളുടെ എന്നിലും എൻ്റെ പിതാവിലും എന്നിലും വിശ്വസിപ്പിൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ കർത്താവ്. ആ വിശ്വാസത്തിന്മേൽ ഞങ്ങളായിരിക്കുന്ന ദേശത്തായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ തിരുക്കരങ്ങളിലേക്ക് തന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിങ്ങളുടെ മക്കളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ആയിരിക്കുന്ന ആ സ്ഥാനത്ത് സുരക്ഷിതമായ ദൈവത്തിൻ്റെ കരങ്ങളിലെ അവരെ കരുതിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം സ്തോത്രം. ഞങ്ങൾക്ക് ശക്തിയില്ലപ്പാ. ആ ശക്തിയുള്ള കരങ്ങളൊന്ന് കർത്താവെ ഒന്ന് നീട്ടണമേ കർത്താവെ. ഹല്ലേലൂയ കർത്താവേ. യേശുവേ സ്തോത്രമാമോ. മലയിൽ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയപ്പോൾ കർത്താവെ സ്തോത്രം സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കരഞ്ഞു നിലവിളിച്ചപ്പോൾ ആ ഒരു ദൂതനിണങ്ങി ശക്തീകരിച്ചതുപോലെ കർത്താവെ, നിന്റെ മക്കളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ കഴിവുള്ളവരല്ല കർത്താവെ, എങ്കിലും അവിടുത്തെ ബലത്താലായിരുന്നു ഞങ്ങളായിരിക്കുന്ന കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഇന്ന് വചനം പറയുന്ന മകനെയും ബലപ്പെടുത്തണമേ കർത്താവെ. വചനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടുന്ന ദൂത അവിടുന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. വചനം കേട്ടിട്ട് കർത്താവെ ഞങ്ങൾ മടങ്ങിപ്പോകാതെ ഞങ്ങളെ തന്നെ ചതിക്കാതെ കർത്താവെ ആ വചനത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അനുസരണമുള്ള മക്കളായി ആ വചനം കേട്ട കർത്താവിനെ അനുസരിക്കുന്ന മക്കളായി തീർന്നു അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മാനവും മോട്ടോപ്പിച്ച് യേശു ക്രിസ്തുവിന്റെ ആമേൻ. 54 എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനെ, നീ എന്നഭയം ശ്വാസം എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. നീയില്ലെങ്കിൽ എൻ്റെ